വയനാട്ടുകാർ അത്രയേറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന വയനാട് തുരങ്കപാതയ്ക്ക് തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണ സേന എന്ന് പറയുന്ന ഒരു ടീം, അവർ യഥാർത്ഥത്തിൽ ഈ പ്രകൃതി സംരക്ഷകരാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അവർ ഈ നാടിൻ്റെ വികസനത്തിനും ഈ നാടിൻ്റെ വളർച്ചയ്ക്കും തുരങ്കം വെക്കുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഏതൊരു വികസന പദ്ധതികളുമായി സർക്കാരുകൾ മുന്നോട്ട് വന്നാലും അതെല്ലാം പ്രകൃതിയുടെ പേര് പറഞ്ഞ് ആ വികസനങ്ങളെല്ലാം മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ പ്രകൃതി സംരക്ഷണ സേന എന്ന് പറയുന്ന ഈ ഒരു ടീം. ഇനി ഇവർ പ്രകൃതിയെ അത്ര സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇവർ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജീവിക്കുന്നവരാണ് എന്ന് ഇവർക്ക് തെളിയിക്കാൻ കഴിയണം. ഇവരുണ്ടാക്കുന്ന വീട് മണ്ണ് നിരത്തി കുന്നു നിരത്തി മരങ്ങൾ വെട്ടിമുറിച്ച് ഇവരുണ്ടാക്കുന്ന വീടുകൾ അത് പ്രകൃതിക്ക് കോട്ടമല്ലേ? അതല്ലെങ്കിൽ ഇവർ സഞ്ചരിക്കുന്ന റോഡുകൾ ഇത് പ്രകൃതിയെ മുറിച്ചു മാറ്റി അതല്ലെങ്കിൽ മണ്ണ് മാറ്റി മണ്ണ് നീക്കം ചെയ്ത് അവർ അതിൻ്റെ സുഖങ്ങളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. പ്രകൃതിയുടെ എല്ലാ നിലക്കുള്ള ചൂഷണങ്ങളും ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പദ്ധതി അത് സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നാൽ, ഇനി വയനാട് റെയിൽവേ ആണെങ്കിലും റോഡുകളുടെ വികസനമാണെങ്കിലും അതല്ലെങ്കിൽ ഹെലിപ്പാഡാണെങ്കിലും അതല്ലെങ്കിൽ തുരങ്കപാതയാണെങ്കിലും ഇതെല്ലാം ഈ പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റാരുടെയോ അജണ്ടകൾ നടപ്പിലാക്കുന്ന രീതിയിൽ ഈ പ്രകൃതി സംരക്ഷണ സേന അതല്ലെങ്കിൽ ഈ പ്രകൃതി സംരക്ഷണ പ്രവർത്തകരെന്ന് പറയുന്ന ഈ മുഖംമൂടി അണിഞ്ഞ ഇവർ രംഗത്ത് വരികയും ഇതിനെതിരെ പല രീതിയിൽ കോടതിയുമായി ബന്ധപ്പെട്ടും മറ്റും ഇവർ കേസുകൾ ഫയൽ ചെയ്ത് വളരെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ഈ ഒരു ടീം യഥാർത്ഥത്തിൽ ഇവർ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരല്ല, വികസനത്തിന് തുരങ്കം വെക്കുന്ന ആളുകളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം ആളുകളെ അകറ്റി നിർത്താനാണ് സമൂഹം തയ്യാറാവേണ്ടത്. കാരണം ഇവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഈ നാടിനെ സംരക്ഷിക്കലോ അതല്ലെങ്കിൽ ഈ നാടിൻ്റെ വളർച്ചയോടൊപ്പം നിൽക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് മറ്റാരുടെയൊക്കെയോ അജണ്ടകൾ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം.